ഒരിക്കൽ ഹനുമാൻ സ്വാമി സീതാദേവിയെ അന്വേഷിച്ച് ലങ്കയിലേക്ക് പോകുമ്പോൾ വഴിയിൽ സിംഹിക എന്ന ഭയങ്കര രാക്ഷസി പ്രത്യക്ഷപ്പെട്ടു. അവൾക്ക് ആകാശത്തിലൂടെ പറക്കുന്ന ജീവികളുടെ നിഴൽ പിടിച്ച് അവയെ വിഴുങ്ങാനുള്ള മാന്ത്രിക ശക്തി ഉണ്ടായിരുന്നു. അവൾ ഹനുമാൻ സ്വാമിയുടെ നിഴലിനെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ഹേ വാനര, ഇന്ന് നീ എന്റെ ഭക്ഷണമാണ്, ഞാൻ നിന്നെ വിഴുങ്ങും. ഹനുമാൻ സ്വാമി ശാന്തനായി മറുപടി നൽകി, ഹേ രാക്ഷസി, ഞാൻ ഭക്ഷിക്കാനുള്ള ഒരു വസ്തുവല്ല, ഞാൻ ശ്രീരാമന്റെ ദാസനാണ്, അദ്ദേഹത്തിന്റെ പവിത്രമായ കാര്യത്തിനു വേണ്ടി ഇറങ്ങിയതാണ്, ദയവായി വഴിതരൂ. സിംഹിക രാക്ഷസി വഴങ്ങിയില്ല. അവൾ ഹനുമാൻ സ്വാമിയെ പിടികൂടാൻ ശ്രമിച്ചു. അപ്പോൾ ശക്തിമാനായ ഹനുമാൻ തന്റെ മാന്ത്രിക ശക്തികൾ ഉപയോഗിച്ച് പലതരം അത്ഭുത രൂപങ്ങൾ സൃഷ്ടിച്ചു. ഇത് രാക്ഷസിയെ ആശയക്കുഴപ്പത്തിലാക്കി. ആ തക്കത്തിന് ഹനുമാൻ സ്വാമി അവിടെ നിന്ന് രക്ഷപ്പെട്ട് മുന്നോട്ട് പോയി. പക്ഷേ സിംഹിക അത്ര പെട്ടെന്ന് തോൽക്കാൻ തയ്യാറായിരുന്നില്ല. അവൾ വീണ്ടും ഹനുമാൻ സ്വാമിയുടെ വഴി തടഞ്ഞു. ഇത്തവണ നേരിട്ട് ഹനുമാൻ സ്വാമിയെ തന്റെ വായിലാക്കി. എന്നാൽ വീരനായ ഹനുമാൻ സ്വാമി തന്റെ അത്ഭുതകരമായ ശക്തി ഇവിടെയും പ്രകടിപ്പിച്ചു. അദ്ദേഹം ചെറിയ രൂപം ധരിച്ച് രാക്ഷസിയുടെ വയറ്റിലേക്ക് കടന്നു. എന്നിട്ട് അവളുടെ ജീവനിരിക്കുന്ന ഭാഗത്ത് ഗദ കൊണ്ട് ആഞ്ഞടിക്കുകയും അവളുടെ തല പിളർത്തി പുറത്തു വരികയും ചെയ്തു. അങ്ങനെ സിംഹിക രാക്ഷസിയെ വധിച്ച് ഹനുമാൻ സ്വാമി വിജയശ്രീ ലാളിതനായി തന്റെ യാത്ര തുടർന്നു. ജയ് സിയാറാം, ജയ് ബജ്രംഗ് ബലി.